അമ്മയോടൊപ്പം ഹോളി ഫെയർ മിനിസ്ട്രി ഒരുക്കുന്ന ആത്മീയ ശുശ്രൂഷയുടെ 28ാം ദിനം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആത്മീയ ഒരുക്കത്തിൻ്റെ ദിനങ്ങളാണ്. അതിൻ്റെ 4ാമത്തെ ഘട്ടം, അവസാന ഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. യേശു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, അത് നമ്മളിന്ന് പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ നോട്ട് ബുക്ക് ഒന്ന് എടുക്കാം, വചനം ഒന്ന് എഴുതിയെടുക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാം തിരുവചനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:12. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ, ഇതാണ് നിയമവും പ്രവാചകന്മാരും. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കും. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും, കൂടെയുള്ളവർ നമ്മളെ സ്നേഹിക്കണമെന്നും കരുതണമെന്നും നമ്മളോട് അനുഭാവപൂർവ്വം സ്നേഹത്തോടെ പെരുമാറണമെന്നും എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്ത് മറ്റുള്ളവർ ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് കൂടെയുള്ളവർക്ക് ചെയ്തു കൊടുക്കുവാൻ, കൂടെയുള്ളവരെ സ്നേഹിക്കുവാനും സാധിക്കുന്ന നന്മകൾ ചെയ്യുവാനും എല്ലാറ്റിലും ഉപരി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള വലിയൊരു കൃപ കർത്താവെ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധ അമ്മ അങ്ങനെയായിരുന്നു. എല്ലാവരെയും സഹായിക്കുന്ന, എല്ലാവർക്കും നന്മ ചെയ്തു കൊടുക്കുന്ന, എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതം അമ്മ നമ്മളെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒപ്പം നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ ഇതാ ഈ തിരുവൽത്താരയിലേക്ക്, ദിവികാരുണ്യ സന്നിധിയിലേക്ക് നമുക്ക് ഭക്തിയോടെ ചേർത്ത് വെച്ച് ഈശോയുടെ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രാർത്ഥനയോടെ തിരുവൽത്താരയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരുകരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദിവികാരുണ്യ ഈശോയെ നമുക്ക് നോക്കാം. അമ്മയോടൊപ്പം ഈ ആത്മീയ ശുശ്രൂഷയിൽ ഈശോ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 28ാം ദിനത്തിൽ ഇത് ഈശോ നമുക്ക് പറഞ്ഞു തന്ന വചനം, മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുവിൻ. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണം, കരുതണം, നമ്മളോട് നല്ലത് ചെയ്യണം, പെരുമാറണം, നമ്മളോട് നല്ലത് പറയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ. ഈശോയെ, മറ്റുള്ളവർ ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുവാൻ പരിശുദ്ധ അമ്മ ഇതാ മറ്റുള്ളവരെ സഹായിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്നു. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും മറ്റുള്ളവരെ ഈ തിരുസന്നിധിയിലേക്ക് ചേർത്ത് നയിക്കുന്ന വിധത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം, നമ്മുടെ യാചനകൾ നമുക്ക് ചേർത്ത് വയ്ക്കാം. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയോട് പ്രാർത്ഥന ചോദിച്ച അനവധിയായ നിയോഗങ്ങളെ ഒരിക്കൽ കൂടി ഈശോയെ ഈ തിരുവൽത്താരയിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. കർത്താവെ, ഏറ്റെടുക്കണമേ, ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. നമ്മുടെ ഇന്നത്തെ എല്ലാ ജീവിത ഉദ്യമ മേഖലകളെയും നമുക്ക് സമർപ്പിക്കാം. ഈ ദിനത്തിലെല്ലാം ദൈവത്തിൻ്റെ വലിയ വഴി നടത്തുന്ന ഒരനുഭവം നമുക്കുണ്ടാകട്ടെ. പ്രാർത്ഥനയോടെ നിയോഗങ്ങളെ ചേർത്ത് വെച്ച് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവികാരുണ്യേശ്വരി, നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവികാരുണ്യേശ്വരി, നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവികാരുണ്യേശ്വരിക്ക് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും.